മദ്രസയുടെ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തത് നേരത്തെ സയ്യിദ് അവറുകൾ നമ്മോട് സൂചിപ്പിച്ചിരുന്നത് പോലെ വയനാട് ജില്ലയിലെ വെള്ളമുണ്ട പഞ്ചായത്തിലെ ആർവാൾ എന്ന സ്ഥലത്ത് മരണപ്പെട്ടുപോയ കുനിയൻ സുലൈമാൻ എന്നവരുടെ 3 യതീം മക്കൾക്കുള്ള വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 10 ലക്ഷം രൂപ സയ്യിദ് അവറുകൾ ഇവിടെ വെച്ചുകൊണ്ട് കൈമാറുകയാണ്. ആ വീട് നിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രദേശത്തുള്ള കമ്മിറ്റിക്കാർ അത് വന്ന് ഏറ്റുവാങ്ങുന്നു. സ്ക്രീനിൽ അതിന്റെ മറ്റു കാര്യങ്ങൾ കാണിക്കുന്നു. വയനാട് ജില്ലയിലല്ലേ നിങ്ങൾ കമ്മിറ്റി സംസാരിക്കോ നിങ്ങള് കമ്മിറ്റിക്കാർ സംസാരിക്കോ? ഇൻഷാ അല്ലാഹ് ഞങ്ങളൊരു 10 ലക്ഷം റുപ്യ നമ്മുടെ കൂടെ ആകും. ഒരു 10 ലക്ഷം റുപ്യ നമുക്ക് കൊടുക്കല്ലേ? വരാവില്ലേ? നമുക്ക് നിങ്ങളൊന്നും ഒരാളെ മുന്നിൽ ചെന്ന് യാചിക്കാൻ പാടില്ല. ഉള്ള അവസ്ഥ തരാതൊക്കെ. പിന്നെ അത് നമ്മളെ മക്കളാ ഒരു വീട് 10 ലക്ഷം റുപ്യ അതുകൊണ്ട് പരിയാവും. മൊത്തം നമുക്ക് എടുക്കാൻ തരാം. അപ്പൊ ഈ മറ്റൊരു 10 ലക്ഷം റുപ്യ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. കമ്മിറ്റിക്കാരെ നമ്മൾ ബന്ധപ്പെടും അല്ലേ? കമ്മിറ്റിക്കാരെ ബന്ധപ്പെടാൻ പറയും. നമുക്ക് വേഗം മക്കളെ പോലെ പൂർത്തിയായി കൊടുക്കണം. അല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദ്വാരക്കില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പഞ്ചായത്തിൽ പുതുമലക്കുളമ്പ് നൂറുൽ ഇസ്ലാം മദ്രസക്ക് സ്ഥലം വാങ്ങുവാൻ 1 ലക്ഷം രൂപ സയ്യിദ് അവറുകൾ അതിന്റെ ആളുകൾക്ക് കൈമാറുകയാണ്. ഈ മദ്രസക്ക് ഇതിന് മുന്നേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാലക്കാട് ജില്ലയിലെ പഞ്ചായത്തിലെ പുതുമലക്കുളമ്പ് നൂറുൽ ഇസ്ലാം മദ്രസയുടെ കമ്മിറ്റി ഭാരവാഹികളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ മദ്രസയ്ക്ക് വേണ്ടി ഇതിന് മദ്രസന്റെ സൗകര്യാർത്ഥം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന 8 സെന്റ് സ്ഥലത്താണ്. വളരെ പാവപ്പെട്ട സഹോദരന്മാരുള്ള ഏരിയയിൽ 10-15 ലക്ഷം രൂപ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പല നിലക്കുള്ള സഹായ സഹകരണങ്ങളും അതുകൊണ്ട് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അതിൽ പഠിക്കുന്ന മക്കൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര മക്കൾ പഠിക്കുന്നുണ്ടോ ആ പഠിക്കുന്ന മക്കളെ ഇൽമിന്റെ ബർക്കത്ത് നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരും. അവർക്കുള്ള ചെക്ക് നമ്മൾ 1 ലക്ഷത്തിന് മുന്നേ എന്റെ കൂടെ പറഞ്ഞത് പാർപ്പിച്ച് തന്നിട്ടായി പാവങ്ങളാണ്. അള്ളാഹു ബർക്കത്ത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തത് പ്രിയമുള്ളവരെ നേരത്തെ ഈ മക്കൾക്ക് നമ്മളെ അവസ്ഥ അടുത്തത് കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി പഞ്ചായത്ത് കാക്കബയിൽ എന്ന സ്ഥലത്ത് നേരത്തെ സയ്യിദ് അവറുകൾ സൂചിപ്പിച്ചിരുന്നത് പോലെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ട ആരുമില്ലാത്ത 3 യതീം കുട്ടികൾക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ സയ്യിദ് അവറുകൾ ഇവിടെ വെച്ചുകൊണ്ട് കൈമാറുകയാണ്. നമ്മളെ കുട്ടികളൊക്കെ പെണ്ണു മക്കൾക്ക് ഉന്നതമുള്ള എത്തിക്കട്ടെ. ഓർക്ക് വീട് വെക്കാൻ 5 ലക്ഷം റുപ്യ അപ്പൊ നിങ്ങളിലൂടെ കിട്ടുന്ന പൈസയൊക്കെ അങ്ങ് കൊടുക്കണം. ഈ കുടുംബത്തിന് 5 ലക്ഷം റുപ്യ നമ്മൾ 3 പറഞ്ഞല്ലേ? 3 ലക്ഷം റുപ്യാണ് നമ്മൾ തരാന്ന് പറഞ്ഞത്. അപ്പൊ ഇവർക്ക് 5 ലക്ഷം റുപ്യ നമ്മൾ എന്ത് ചെയ്യണം? ഇവര് സ്ഥലത്തിനും പരിപ്പണിക്കുമ്പോൾ നമ്മൾ തരികയാണ്. ഇതിന് 5 ലക്ഷം റുപ്യ അല്ല
അതുകൊണ്ട് ഹോട്ടലൊക്കെ ഇവിടെ നാട്ടില് പറഞ്ഞറിയോ, നാട്ടില് ഞങ്ങൾക്ക് ഇങ്ങനൊരു കിണറ് മാറ്റണം കിണർ നിങ്ങൾ പോയിട്ട് കിണറിന് അനുഭവം കൊടുക്കണം. എന്താ ആദ്യം അല്ലേ കൊടുക്കേണ്ടതാകുന്നത് 5 ലക്ഷം റുപ്യ കൊടുക്കാൻ കേട്ടോ. الله أكبر الله أكبر الله أكبر ولله الحمد. അടുത്തത് അബ്ദുറഹീം മൗലവി കൊല്ലം എന്ന വ്യക്തിക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള ധനസഹായമാണ്. 50,000 രൂപയുടെ ധനസഹായം അബ്ദുറഹീം മൗലവി കൊല്ലം എന്ന വ്യക്തിക്ക് വീട് വെക്കുന്നതിന് വേണ്ടി സയ്യിദ് അവറുകൾ കൈമാറും. അബ്ദുറഹീം മൗലവി കൊല്ലം സ്റ്റേജിലേക്ക് വരിക. അടുത്തത് കരിമ്പുഴ പഞ്ചായത്തിലെ കുലുക്കിരിയാട് കൊല്ലങ്കോട് മദ്രസ നിർമ്മാണത്തിലേക്ക് 50,000 രൂപ സയ്യിദ് അവറുകൾ നൽകുന്നു. കരിമ്പുഴ പഞ്ചായത്തിലെ കുലുക്കിരിയാട് കൊല്ലങ്കോട് മദ്രസ നിർമ്മാണത്തിന് വേണ്ടി 50,000 രൂപ സയ്യിദ് അവറുകൾ നൽകുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആ മദ്രസ നിർമ്മാണ കമ്മിറ്റിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആവശ്യങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങളെ ഖത്തീബ് ഉസ്താദന്മാരെ നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അതേപോലെ വാങ്ങാനും അവരെ കൊണ്ടുവരുന്ന ഓർമ്മപ്പെടുത്താണ്. അടുത്തതായിട്ട് പുത്തൂര് BPAM UP സ്കൂളിന് വേണ്ടിയിട്ടുള്ള 25,000 രൂപയുടെ ധനസഹായം സയ്യിദ് അവറുകൾ നൽകുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഓരോ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോഴും അതിൽ ഊതണം. സ്വലാത്തുൽ ഫാത്തിഹ നിഅമത്താണ്. മഹാന്മാരായ ആളുകൾ മഹത്വങ്ങൾ പറയുന്നുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹയുടെ മഹത്വം നീ മനസ്സിലാക്കിയാൽ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ആ സമയം കൂടെ ഒരാളെ സ്നേഹിക്കേണ്ടതും അയാളെക്കുറിച്ച് നല്ലത് പറയേണ്ടതും എപ്പോഴാണ്? അതയാൾ ജീവിച്ചിരിക്കുമ്പോഴാണ്. ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചുണ്ടനക്കാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മരിച്ചാലും മിണ്ടാതെങ്കിൽ ഇരുന്നാൽ മതി. ജീവിച്ചിരിക്കുമ്പോൾ നെഞ്ചോട് ചേർത്തങ്ങ് പിടിച്ചേക്കണം. അല്ലാതെ മരിച്ചു കിടക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് യാതൊരു കാര്യവും. ഒരാളുടെ സുഖത്തിലോ അയാളുടെ സന്തോഷത്തിലോ സങ്കടത്തിലോ ഒന്നും എത്തി നോക്കുക പോലും ചെയ്യാതെ, കഷ്ടകാല സമയത്ത് ഒരു ആശ്വാസവാക്ക് പോലും പറയാതെ ആള് മരിച്ചു കഴിയുമ്പോൾ മുഖത്ത് ദുഃഖവും കുത്തി നിറച്ചിട്ട് എന്താണ് വേണ്ടത്? ഒരാൾ സമ്മാനിക്കുന്ന നല്ല അനുഭവങ്ങളാണ് മറ്റൊരാൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ